മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചെന്നുള്ള വിവരം ഹിന്ദു വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് കേരള ജനതയോടും ഇന്ത്യൻ ജനതയോടും സംസാരിക്കുന്നതിന് വേണ്ടി ഒരു PR ഏജൻസിയുടെ ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ PR ഏജൻസിയുടെ സഹായത്തോടുകൂടി വളർന്നു വന്ന പാർട്ടിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു PR ഏജൻസിയുടെ ആവശ്യമേ ഞങ്ങൾക്കില്ല. എന്തെല്ലാം തരത്തിലാണ് കേരളത്തിന്റെ മാധ്യമങ്ങൾ പ്രശ്നങ്ങളെ വളച്ചൊടിച്ച് മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളതിന് തെളിവാണ് രണ്ടാം പിണറായി ഗവൺമെന്റ്. ഒരു മൂന്നാം പിണറായി ഗവൺമെന്റിന്റെ വരവിനെ തടയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തോട് ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളായാലൊന്നും ബേജാറല്ല. ഞങ്ങൾ ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഈ PR ഏജൻസി ഉണ്ടെന്ന് ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടേ അങ്ങനെ ഏജൻസി വച്ചിട്ടില്ല എന്ന് ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സമീപിച്ചത് PR ഏജൻസി വഴി അല്ല എന്ന് പറഞ്ഞ് മറുപടി വന്നിട്ടില്ല. ഞങ്ങൾക്കൊരു PR ഏജൻസിയുടെ ആവശ്യമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി എന്തിനാ ഒരു PR ഏജൻസിയുടെ കാര്യം? മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പറഞ്ഞാൽ നിങ്ങളെല്ലാം പോവില്ലേ? മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്ഥാനം കണ്ടാൽ നിങ്ങൾ കൊടുക്കില്ലേ? പിന്നെ എന്തിനാ ഒരു PR ഏജൻസിയുടെ? അങ്ങനെ പത്രമാധ്യമങ്ങളിലൊന്നും പ്രചരണത്തിന് സാധ്യതയില്ലാത്ത വ്യക്തിത്വങ്ങൾ PR ഏജൻസിയെ സമീപിച്ചാൽ മതിയല്ലോ. ഇത് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം മുഖ്യമന്ത്രിക്ക് ഇല്ലല്ലോ. കഴിഞ്ഞ 50 വർഷക്കാലമായി കേരള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ ഇതുവരെ ഒരു PR ഏജൻസിയുടെ സഹായത്തോടുകൂടി അല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് തള്ളിക്കളയുക. അപ്പം ഹിന്ദു പോലെ റെപ്യൂട്ടഡ് ആയ സ്ഥാപനം അങ്ങനെ പറയുന്നതിന് പിന്നിൽ അവർ പറയുന്നത് അവർക്ക് സംഭവിച്ച എററായിരിക്കും. അല്ല, അതിന് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല. ഇതുവരെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിയും തെറ്റുമായിട്ട് ഒരുപാട് കാര്യം ഉണ്ടായിട്ട് പോലും CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതിന്റെ നേതാക്കന്മാരും PR ഏജൻസിയുടെ സഹായത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപവും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തള്ളിക്കളയുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല. ഇത് എന്തെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമോ അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എതിരായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. അത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. PR അൻവറിന്റെ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതെല്ലാം 2-3 ദിവസം കൂടെ നിൽക്കും. അത് കഴിഞ്ഞാൽ ഇത് നല്ല പെരുമഴയത്ത് ഉണ്ടാവുന്ന കുമിളയുണ്ടല്ലോ, അതുപോലെ കണ്ടാൽ മതി. അതായത് ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, താങ്കൾക്കും അറിയാവുന്നതാണ് ഈ സ്റ്റേറ്റ് മുഴുവനുള്ള കാര്യം, ഈ വലിയ ആൾക്കൂട്ടം കൂടുന്നുണ്ട്. അതിന് പിന്നിൽ ഈ ജമാഅത്തെയും SDP-കാരും ഒക്കെ ആയിരിക്കും. പെട്ടെന്നൊരു ആൾക്കൂട്ടമാണ് കൂടുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷം വിടുന്നു എന്ന് പറയുന്നു, പിറ്റേന്ന് സുപ്രഭാതത്തിൽ വിശദീകരണ യോഗങ്ങൾ ചേരുന്നു. അതൊക്കെ നമുക്ക് ഭാവിയിൽ കാണാം. ഇതിനേക്കാൾ CPM വിട്ടുപോയി യോഗം ചേർന്ന് ഇതിനേക്കാൾ 3 ഇരട്ടി ആൾക്കൂട്ടങ്ങൾ കൂടിയ കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വേണ്ട രൂപത്തിൽ ഏശിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ആൾക്കൂട്ടത്തിൽ സംശയമുണ്ടോ താങ്കൾക്ക്? ഒരു സംശയവുമില്ല. ഈ ആൾക്കൂട്ടം നേരത്തെ പറഞ്ഞല്ലോ, ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ തന്നെയാണ് അതിന്റെ പുറകെ നിൽക്കുന്നത്. ADGP-ക്കെതിരെ അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടോ? അതിന്റെ റിപ്പോർട്ട് കിട്ടിയ നടപടി സ്വീകരിക്കും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ.